നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പദ്ധതി ആവിഷ്കരണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി ഒരുപക്ഷെ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. ഇതിനുവേണ്ടി കഴിഞ്ഞ 7-8 മാസമായിട്ട് അഹോരാത്രം അത്യധ്വാനം ചെയ്തുകൊണ്ടുള്ളൊരു പദ്ധതികളായതുകൊണ്ട് അന്തിമ നിമിഷത്തിലെ അനുകൂലമായിട്ടുള്ള സ്വീകാര്യത വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഭാവിയിലേക്ക് വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക മാത്രമല്ല, ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഒരു 3-4 വർഷത്തിന് ശേഷം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉന്നതാധികാര സിദ്ധിക്ക് ഈ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗുണകരമായി തീരുവാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടിയും തണുപ്പ് രാജ്യത്ത് നിന്നും സമശീതോഷ്ണ രാജ്യങ്ങളിലേക്ക് മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ ആദ്യം എന്ന നിലയിൽ ജീവിത പങ്കാളിക്ക് ആ മനസ്സിലുദ്ദേശിക്കുന്ന രാജ്യത്ത് ജോലി സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് ആദ്യം ജീവിത പങ്കാളി പോയിട്ട് 6-7 മാസത്തിന് ശേഷം യാത്രയ്ക്ക് തയ്യാറാകുവാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ശാസ്ത്രീയ വശവും ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. 2024 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികളോ പദ്ധതികളോ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ. വേറെ ചിലർക്ക് പ്രാരംഭത്തിൽ തന്നെ പണം കടം വാങ്ങിക്കൊണ്ട് അതിനുവേണ്ടി പണമടയ്ക്കുകയും ഗഡുക്കളായിട്ട് തിരിച്ച് ലഭിക്കുന്ന വിധത്തിലുള്ള കരാർ ജോലികളായതുകൊണ്ട് ആദ്യം തന്നെ കുറേ ജോലിക്കാരെ നിയമിക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനും രൂപീകരിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പുതിയ കർമ്മപദ്ധതിയോട് ബന്ധപ്പെട്ടതായുള്ള പുതിയ ഭരണ സംവിധാനം കഴിഞ്ഞ ജനുവരി മാസം മുതൽ തന്നെ തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ അതിൽ ഒരു ക്രിയാത്മകമല്ലാത്തത് കൊണ്ടും അതിലൊരു നേട്ടം കാണാത്തത് കൊണ്ടും സമഗ്രമായിട്ടുള്ള ചിന്തയോടുകൂടിയും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചും പരിവർത്തനങ്ങൾ വിധേയമാകുവാനിടയുണ്ട്. ഒരുപക്ഷെ അധികം തന്നെ പണം മുതൽ മുടക്കാതെ നിലവിൽ തന്നെ ഒരു ധ്രുവീകരണത്തിൻ്റെ ഛായയിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. സമയബന്ധിതമായിട്ട് മാത്രമേ അതൊരു ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നത് ഗുണകരമായി തീരുവാനും ഒരുപക്ഷെ മാനസികമായിട്ടുള്ള പലവിധത്തിലുള്ള സംഘർഷങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ദമ്പതികളിൽ ഇരുവർക്കും പരിഗണനാ സ്വഭാവം നിർബന്ധമായിട്ടും വേണം. അല്ലാത്ത പക്ഷം വാക്ക് തർക്കങ്ങളിൽ നിന്നും നിർബന്ധപൂർവ്വം പിന്മാറേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാപാരത്തിനോട് ബന്ധപ്പെട്ട് ഒരു സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. രേഖാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തും. എന്നാൽ 6-7 മാസത്തിന് ശേഷം അതൊരു പ്രാബല്യത്ത് വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ. നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനക്കയറ്റമോ കൂടുതൽ സാധ്യതകളോ അവസരങ്ങളോ വളരെ കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു പാഠ്യപദ്ധതിക്ക് നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ മറ്റൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ ഞായറാഴ്ചകളിലും ശനിയാഴ്ച ദിവസങ്ങളിലും വിദ്യാലയത്തിൽ എത്തിച്ചേർന്നും മറ്റൊന്നോ 2 ദിവസം ഓൺലൈനായിട്ടും പഠിക്കുന്ന ഒരു സംവിധാനമായിരിക്കാം ഉണ്ടാകുന്നത്. എന്തായാലും ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പലപ്പോഴും വസ്തുനിഷ്ഠമായി ചെയ്യുന്ന പല കാര്യങ്ങളിലും അനുകൂലമായുള്ള വിജയം കൈവരിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധ്യതയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഈ ഒരു മാസം അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും മാർഗതടസ്സങ്ങളെ അതിജീവിക്കാൻ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ
വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത്. നിബന്ധനകൾക്ക് വിധേയമായി ജോലി ചെയ്യുവാനും പ്രവർത്തിക്കാനും പഠിക്കാനുമുള്ളൊരവസരം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സ്വീകരിക്കുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നായിരിക്കുക. തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ അവസരം വന്നു ചേരും. ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധ്യത കാണുന്നു. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് മിക്ക ദിവസങ്ങളിലും ജോലി ചെയ്ത് തീർത്ത് രാത്രിയിൽ മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ വെളിച്ചത്തിൽ കുടുംബാംഗങ്ങളിൽ നിന്നും സ്വല്പം അപ്രീതിയുള്ള വചനങ്ങൾ കേൾക്കുവാൻ ഇടവരും. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ, ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് അസുഖങ്ങൾ, ഇവയൊക്കെ തന്നെയാണ് ഈ അസുഖങ്ങൾക്ക് കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം ഒരു ക്രമീകരണത്തിന് തയ്യാറാകുവാനിടയുണ്ട്. ഇതിന് പുറമെ പ്രാണായാമവും യോഗയൊക്കെ ജീവിതചര്യയുടെ ഭാഗമാക്കി തീർക്കുവാൻ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു മാനസികമായിട്ടുള്ള സ്വസ്ഥതക്കേടും സമ്മർദ്ദവും വർദ്ധിക്കുന്നത് വഴി മാനസിക രോഗവിദഗ്ധനെ കാണുമെങ്കിൽ പോലും പ്രത്യേകിച്ച് ഔഷധങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്വയമേവ ധ്രുവീകരിക്കാൻ തയ്യാറാകുന്ന വിധത്തിലുള്ള ചില ഉപായങ്ങളെല്ലാം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഈ മാർച്ച് മാസത്തിൽ നടക്കുന്ന പരീക്ഷകൾക്കൊക്കെ തന്നെ സ്വല്പം ആധി വർദ്ധിക്കാനിട വരുമെങ്കിൽ പോലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ട് ഇതെല്ലാം മാറി ഭംഗിയായിട്ട് തന്നെ പരീക്ഷ എഴുതുവാൻ സാധിക്കുവാനിടയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തും നന്നാവുക. പലപ്പോഴും പല കാര്യങ്ങളിലും ഓർമ്മശക്തി കുറവ് വന്ന് ചേരുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മമായിട്ടും മനസ്സിലാക്കിയും അന്വേഷിച്ചറിഞ്ഞ് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും നിർബന്ധപൂർവ്വം പിന്മാറുന്നത് നന്നായിരിക്കും. വിദേശയാത്രയ്ക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ വന്നു ചേരുന്നത് വഴി അതിൻ്റെ ന്യൂനതകളെല്ലാം പരിഹരിച്ച് പുനരപേക്ഷ നൽകുവാനുള്ള സാധ്യത പോലും കാണുന്നു. പലപ്പോഴും എല്ലാ കാര്യങ്ങളിലും കൂടുതൽ പ്രയത്നം വേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കൊണ്ട് ദേഹത്തിനും മനസ്സിനും ഒരേപോലെ ക്ഷീണാവസ്ഥകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ആയില്യ നക്ഷത്രക്കാർ ഈ ഒരു മാസത്തിൽ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ വേണ്ടി വരും തരണം ചെയ്യാനായിട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ക്ഷമയും വിനയവും ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനത്തോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങൾ സ്വയമേവ സ്വീകരിക്കുന്നത് അന്തിമമായിട്ട് ശുഭകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ആയില്യ നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിവിധോദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനിട വരുമെങ്കിൽ പോലും മിക്ക ദിവസങ്ങളിലും ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ജോലിയുടെ ചില വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതെല്ലാം തന്നെ ഒരു ഭാരമായിട്ടല്ലാതെ ജോലിയുടെയും ജീവിതത്തിൻ്റെയും ഭാഗമായിട്ടെല്ലാം ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുവാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. യാത്രാവേളയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക്
കഴിഞ്ഞ ഒരു 8-9 മാസമായിട്ട് പല വിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഒരു അംഗീകാരം ലഭിക്കത്തക്ക വിധത്തിലൊരു അവതരിപ്പിക്കാൻ അവസരം ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നതുമുണ്ട്. അന്യനാട്ടിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്ന പലർക്കും, വിദേശത്ത് താമസിക്കുന്നവർക്ക് തീർത്തും അവിചാരിതമായിട്ട് അവധി ലഭിക്കുകയും ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യതയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പഠിക്കാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി കർമ്മമണ്ഡലങ്ങൾക്ക്, ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് അത് കഴിഞ്ഞ ജനുവരി മുതൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് അവലംബിച്ചിരുന്നു. ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു ശുഭപ്രതീക്ഷകളോടുകൂടി, വിജയപ്രതീക്ഷകളോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ ജോലിക്കാരെ നിയമിക്കാനുള്ളൊരു അനുമതി തേടുവാനും ഉടമസ്ഥരിൽ നിന്നും അനുമതി തേടുവാനും സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അനുമതി ലഭിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ജോലിയോടൊപ്പം ഈ ഒരു മേഖല തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരും. ഒരുപക്ഷെ വളരെ കുറച്ച് സ്ഥലത്ത് ആധുനിക സംവിധാന പ്രകാരം കൃഷി രീതികൾ അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ സ്വന്തം പണം മുതൽ മുടക്കിയിട്ട് മാത്രമല്ല, സമാന ചിന്താഗതിയിലുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും സഹായ സഹകരണത്തോടുകൂടിയും ബൃഹത്തായിട്ട് കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും ജോലിയോടൊപ്പം അനുബന്ധമായിട്ട് അനുവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിരോധികളായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ലോക്യം കൂടുവാൻ അവസരം വന്നു ചേരും. എന്നാൽ എല്ലാത്തിനും ഒരു ദൂരപരിധി, സമീപനത്തിലൊരു ദൂരപരിധി നിശ്ചയിക്കുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 8-10 മാസമായിട്ട് ഔദ്യോഗികമായിട്ടും വ്യാപാര വിപണന വിതരണ മേഖലകളിലും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉള്ളതിൻ്റെ വെളിച്ചത്തിൽ നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു ഭൂമി വാങ്ങി പെരപണിതാലോ, അതല്ല വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിച്ചാലോ, എന്നാൽ കുടുംബാംഗങ്ങളുടെ ബന്ധപ്രകാരം പണി ചെയ്ത വീട് ഫ്ലാറ്റിൽ ഒന്ന് വാങ്ങിയാൽ മതി എന്ന ധാരണയോടുകൂടി അന്വേഷണമൊക്കെ ആരംഭിക്കും. പക്ഷേ ഒരു പൂർണ്ണമായിട്ടുള്ള തീരുമാനത്തിലെത്താൻ ഈ ഒരു മാസത്തിൽ സാധ്യതകൾ വളരെ കുറവുമാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും. നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് ഉപരിപഠനത്തിന് ചേരുവാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ യാത്രകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഗർഭം അലസുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരോടൊപ്പം ഒരുപക്ഷെ മാർച്ച് മാസത്തിൽ അവധി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പുണ്യതീർത്ഥയാത്രകൾക്ക് വേണ്ടി തയ്യാറാകുവാൻ സാധ്യത കാണുന്നു. പലപ്പോഴും പരിസരവാസികളുടെ വളരെ അനുകൂലമായിട്ടുള്ള സമീപനത്താൽ ഔദ്യോഗികമായിട്ടുള്ള ചില ചുമതലകളെയെല്ലാം ഏറ്റെടുക്കുകയും മാതാപിതാക്കളെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് ആശ്വാസകരമായിട്ടുള്ള യാത്ര ചെയ്തുകൊണ്ട് പല ജോലികളായിരിക്കാം, അതെല്ലാം തന്നെ ശുഭകരമാക്കി തീർക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് പരിശ്രമിച്ചിരുന്ന പല വിദ്യാർത്ഥികൾക്കും അന്തിമ നിമിഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ ആദ്യം തന്നെ പ്രവേശനം ലഭിക്കുകയും ഈ മാസത്തിൽ ഒടുവിൽ തന്നെ പോകാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. എന്നാൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, അമിതമായിട്ടുള്ള അന്ധവിശ്വാസം എന്നിവയൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കണം. പലപ്പോഴും സ്വയം തന്നെ ഒരു ധ്രുവീകരിക്കുക, അതായത് എല്ലാ കാര്യങ്ങളിലും സ്വല്പം കൂടിയും ക്ഷമയും പക്വതയും വേണം എന്നൊരു ധാരണ
സ്വയമേവ ധ്രുവീകരിക്കുന്നതിന് ഭാഗമായിട്ട് പരിശീലിക്കാൻ പോലും സാധ്യതയുണ്ട്. ഇതിന് പുറമെ പല വിധത്തിലുള്ള ദുശ്ശീലങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ അതുണ്ട്. പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ദുശ്ശീലങ്ങളെ ഒഴിവാക്കി ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗയും പ്രാണായാമവും പ്രകൃതി ഭക്ഷണ രീതികളൊക്കെ തന്നെ അനുവർത്തിക്കാൻ തീരുമാനിക്കുവാനിടവരും. എല്ലാ കാര്യങ്ങളിലും പരിഗണന ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവലംബിക്കുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ചില ജോലിക്കാർക്ക് പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് പുറമേ നിന്നും ആൾക്കാരെ വരുത്തിക്കൊണ്ട് വിദഗ്ധരെ വരുത്തിക്കൊണ്ട് പരിശീലനം നൽകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. വാസ്തവ വിരുദ്ധമായിട്ടുള്ള പല തോന്നലുകളും സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ആ ഒരു വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി നിർദ്ദേശങ്ങളും ഉപദേശം നൽകുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ തീർത്തും ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്നൊരു ധാരണ പോലും അന്തിമ നിമിഷത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അവലംബിക്കുന്നതിന് ഭാഗമായിട്ട് സ്വല്പം പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി ക്രമീകരിക്കാൻ പോലും സാധ്യത കാണുന്നു. അസുഖങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ചിലർക്ക് ജോലി ഭാരത്താൽ അത് പരിശോധിക്കാനുള്ള അവസരങ്ങൾ കുറയും. മറ്റു ചിലർക്ക് സ്വല്പം മടി കാരണത്താലും ഉൾവലിയുന്ന പ്രകൃതി വിശേഷങ്ങളെ കൊണ്ടും തൽക്കാലത്തേക്ക് പിന്നീട് ടെസ്റ്റ് ചെയ്യാം, പരിശോധിക്കാം എന്ന ധാരണയോടുകൂടി ചില കാര്യങ്ങളിൽ ലാഘവ ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള സമീപനം ഉണ്ടാകുവാനും ഈ ഫെബ്രുവരി മാസത്തിൽ മകര നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.